ഓരോ വീട്ടിലും നട്ടുവളർത്തുന്ന ചെടികൾക്കും മരങ്ങൾക്കുമെല്ലാം ആ വീടിൻ്റെ ഉയർച്ച താഴ്ചകളുമായി അഭേദ്യമായ ബന്ധമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ മേടമാസം 1-ാം തീയതിക്ക് മുൻപായി, അതായത് വിഷുദിനത്തിന് മുൻപായി നിങ്ങളുടെ ഭവനങ്ങളിൽ ചില ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വീട്ടിലേക്ക് വളരെയധികം ഐശ്വര്യങ്ങളും ഭാഗ്യങ്ങളും വന്നു ചേരുവാൻ ഇടയാക്കും. വീടിൻ്റെ ഉയർച്ച കണക്കിലെടുക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഭവനങ്ങളിൽ ഉണ്ടായിരിക്കേണ്ട ചെടികൾ തന്നെയാണ് ഇവ. മാത്രമല്ല, നിങ്ങൾ ഈ അധ്യായം കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഈശ്വര നിയോഗമാണെന്ന് തന്നെ കരുതുക. കാരണം ഈ ചെടികൾ നിങ്ങളുടെ വീട്ടിൽ ചുവട് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വീടിന് ഉയർച്ചയും സൗഭാഗ്യവുമാണ് കൊണ്ടുവരുവാൻ പോകുന്നത് എന്നുള്ളതിൽ സംശയമേ വേണ്ട. അതിനാൽ തന്നെ ഈ അധ്യായം കണ്ടു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ ഇവ നട്ടുവയ്ക്കാവുന്നതാണ്. അവ നല്ല രീതിയിൽ ചുവട് പിടിച്ചു വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭവനം സമ്പന്നതയിലേക്ക് എത്തുവാൻ പോവുകയാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഉറപ്പിക്കാം. അപ്പോൾ വിഷുവിന് മുൻപായി നിങ്ങൾ തീർച്ചയായും വീടുകളിൽ നട്ടുവളർത്തേണ്ട ചെടികൾ ഏതൊക്കെയാണ് എന്നുള്ളതിനെ പറ്റി വ്യക്തമായി ഇന്നത്തെ അധ്യായത്തിൽ പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇപ്പോൾ പറയുവാൻ പോകുന്ന ചെടികളെല്ലാം വീടുകളിൽ നട്ടുവയ്ക്കുമ്പോൾ അവ നല്ല രീതിയിൽ ചുവട് പിടിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അത് ആ മണ്ണിൻ്റെ ഫലഭൂയിഷ്ടിയെ മാത്രമല്ല, നിങ്ങളുടെ വീട്ടിൽ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരാധീനത്തെയും വിഷുദിനത്തോടെ നിങ്ങളിലേക്ക് വരുവാൻ പോകുന്ന സമൃദ്ധിയെയുമാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഈ ചെടികൾ നല്ല രീതിയിൽ വളരുന്ന ഭവനത്തിൽ സാമ്പത്തികമായ ഉന്നമനങ്ങളും മാനസികമായ സന്തോഷങ്ങളും ഉയർച്ചകളുമെല്ലാം ഉടനടി ഉണ്ടാകും. ഇതിൽ ആദ്യമായി നിങ്ങൾ തീർച്ചയായും വിഷുവിന് മുൻപായി നിങ്ങളുടെ വീടുകളിൽ നട്ടുപിടിപ്പിക്കേണ്ട മരം കടമ്പ് മരമാണ്. ഹൈന്ദവ പുരാണം അനുസരിച്ച് ശ്രീകൃഷ്ണന് വളരെയേറെ പ്രിയപ്പെട്ട മരമാണ് കടമ്പ് മരം. ശ്രീകൃഷ്ണൻ കടമ്പ് മരത്തിൻ്റെ കീഴിൽ നിന്നാണ് പുല്ലാംകുഴൽ വായിച്ചതും ഗോപികമാർക്കൊപ്പം കളിച്ചിരുന്നതും എന്നുള്ളതാണ് വിശ്വാസം. അതുപോലെ തന്നെ ശ്രീകൃഷ്ണൻ കാളിയമർദ്ദനത്തിനായി കടമ്പിൽ കയറിയാണ് യമുനയിൽ ചാടിയത്. അതായത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ബാല്യകാല പ്രവർത്തികളിൽ എല്ലാം തന്നെ കടമ്പ് മരം അദ്ദേഹത്തിന് പ്രിയപ്പെട്ടവയായിരുന്നു. അതിനാൽ തന്നെ സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും വിഷുദിനം വരുന്നതിന് മുൻപായി നിങ്ങൾ വീടുകളിൽ ഒരു കടമ്പ് മരം നടുകയും അവയെ നല്ല രീതിയിൽ പരിപാലിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ ഭവനത്തിലേക്ക് ഭഗവാന്റെ അനുഗ്രഹങ്ങളും മഹാഭാഗ്യവുമെല്ലാം തന്നെ അധികരിക്കുവാനിടയാക്കും. വളരെ തുച്ഛമായ വിലയിൽ നിങ്ങൾക്ക് നഴ്സറികളിൽ നിന്നൊക്കെ ഈ മരം വാങ്ങുവാൻ കഴിയും. ഈ മരം എത്ര നല്ല രീതിയിൽ നിങ്ങളുടെ വീടുകളിൽ വളരുന്നുവോ അതിനനുസരിച്ച് നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് എല്ലാവിധ ഉയർച്ചകളും വന്നു ചേരും. ഇനി രണ്ടാമതായി, നിങ്ങൾ ഈ വിഷുദിനത്തിന് മുൻപായി നിങ്ങളുടെ വീടുകളിൽ നട്ടുവയ്ക്കേണ്ട ചെടി ആര്യവേപ്പാണ്. നിങ്ങളുടെ വീടിനെ ബാധിച്ചിരിക്കുന്ന ദൃഷ്ടിദോഷത്തെയും ശത്രുദോഷത്തെയും ഒക്കെ അകറ്റി നിർത്തുവാനും ഏറ്റവും ഉപകാരപ്രദമായ ഒരു മരമാണ് ആര്യവേപ്പ്. പല രോഗങ്ങൾക്കും ഔഷധമാണ് എന്നുള്ളതിന് പുറമേ ആര്യവേപ്പിൻ്റെ ഇല നിങ്ങളുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കൂട്ടിയിട്ട് കത്തിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന പുക ദുരാത്മാക്കളെ അകറ്റി നിർത്തുമെന്നുള്ളതും വാസ്തവമാണ്. നിങ്ങളുടെ വീട്ടിൽ ഇതിന് മുൻപ് തന്നെ വേപ്പ് മരം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ വിഷുവിന് മുൻപുള്ള ഈ ഒരു സമയത്ത്
ഒരു വേപ്പ് മരം കൂടി നട്ടുപിടിപ്പിക്കുക. ഇവ വളരുന്നതിനനുസരിച്ച് നിങ്ങളുടെ ഭവനത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും അധികരിക്കും. ഇനി അടുത്തതായി നിങ്ങൾ തീർച്ചയായും വിഷുവിന് മുൻപായി നിങ്ങളുടെ വീടുകളിൽ നട്ടുവെക്കേണ്ട ഒരു മരം അശോകമാണ്. അശോകം എന്നതിന് അർത്ഥം തന്നെ ദുഃഖമില്ലാത്തത് അഥവാ ദുഃഖത്തിനെ അകറ്റുന്നത് എന്നാണ്. എത്ര വലിയ ആരോഗ്യ പ്രശ്നം കൊണ്ടും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ടും പൊറുതിമുട്ടിയിരുന്ന വീടുകളാണെങ്കിലും വിഷുവിന് മുൻപുള്ള ഈ സമയത്ത് നിങ്ങൾ വീടുകളിൽ അശോകമരം നടുകയും അവ നല്ല രീതിയിൽ കിളിർക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീട് രക്ഷപ്പെട്ടു എന്ന് തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, സീതാദേവിയെ രാവണൻ താമസിപ്പിച്ചിരുന്നത് അശോകവൃക്ഷത്തിൻ്റെ തണലിലായിരുന്നു. അതിനാൽ തന്നെ ഏതു വീട്ടിലാണോ അശോകവൃക്ഷം നല്ല രീതിയിൽ വളരുന്നത്, ആ വീട്ടിലെ സ്ത്രീകളുടെ ദുഃഖങ്ങൾ അകലുമെന്നുള്ളതാണ് വിശ്വാസം. ചില വീടുകളിൽ അശോകവൃക്ഷം എത്ര നട്ടുവെച്ചാലും നല്ല രീതിയിൽ വളർന്നു വരില്ല. അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു നെഗറ്റീവ് ഊർജം നിങ്ങളുടെ ഭവനത്തെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ അശോകവൃക്ഷം നിങ്ങളുടെ വീട്ടിൽ നല്ല രീതിയിൽ ചുവട് പിടിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത പുതുവർഷത്തിൽ നിങ്ങളുടെ ഭവനം സമ്പൽ സമൃദ്ധിയിൽ നിറയും. ഇനി നാലാമതായി നിങ്ങൾ തീർച്ചയായും ഈ വിഷുവിന് മുൻപ് നിങ്ങളുടെ വീടുകളിൽ നട്ടുപിടിപ്പിക്കേണ്ട ചെടി താമരയാണ്. മേടമാസത്തിന് മുൻപ് താമര നിങ്ങളുടെ വീടുകളിൽ നല്ല രീതിയിൽ ചുവട് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഭവനത്തിലേക്ക് ലക്ഷ്മി കടാക്ഷവും സരസ്വതിയുടെയും ബ്രഹ്മാവിൻ്റെയും പ്രീതിയും നിങ്ങളുടെ വീട്ടിൽ നിറയുവാനിടയാക്കും. അതിനാൽ തന്നെ മേടം 1 മുതലുള്ള പുതുവർഷം നിങ്ങൾക്ക് ഏറ്റവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞതായിരിക്കും. അതുപോലെ തന്നെ ആ താമരച്ചെടി നല്ല രീതിയിൽ വളർന്ന് പൂവിടുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ഭാഗ്യങ്ങൾ അധികരിക്കുകയും കാര്യതടസ്സങ്ങളെല്ലാം അകലുകയും ചെയ്യും. ഇനി അടുത്തതായിട്ട് ഈ വിഷുവിന് മുൻപായി തന്നെ നിങ്ങൾ വീടുകളിൽ നട്ടുപരിപാലിക്കേണ്ട ചെടിയാണ് കൂവളം. കൂവളത്തിൻ്റെ ഇലകൾ പോലും ത്രിപാത്രമായി കരുതപ്പെടുന്നവയാണ്. അതായത് ഈശ്വരൻ്റെ പ്രവർത്തികളായ സൃഷ്ടി, സംരക്ഷണം, സംഹാരം എന്നിവയുടെ പ്രതീകമായാണ് കൂവളത്തിൻ്റെ ഇലകൾ കണക്കാക്കപ്പെടുന്നത്. അതേസമയം തന്നെ സാക്ഷാൽ പരമേശ്വരൻ്റെ 3 കണ്ണുകളായും ഇത് കണക്കാക്കപ്പെടുന്നു. ഇത്രയേറെ ഈശ്വരാധീനം നിറഞ്ഞു നിൽക്കുന്ന കൂവളം നടുകയും അവ നല്ല രീതിയിൽ നിങ്ങളുടെ വീടുകളിൽ ചുവട് പിടിക്കുകയും ചെയ്താൽ അത് നിങ്ങളുടെ വീടിൻ്റെ ഉയർച്ചയിലേക്കുള്ള വേര് പിടിക്കുന്നതിന് തുല്യമാണ്. അവസാനമായി തീർച്ചയായും നിങ്ങൾ വിഷുവിന് മുൻപായി നിങ്ങളുടെ ഭവനങ്ങളിൽ നടേണ്ട ഒരു ചെടിയാണ് വാഴ. വാഴയില്ലാത്ത ഒരു വീടുകളും തന്നെ ഉണ്ടാവില്ല. എന്നിരുന്നാലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കണക്കിലെടുക്കേണ്ട ആവശ്യമില്ല. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വിഷുവിന് മുൻപായി ഒരു വാഴത്തൈ വീണ്ടും നടുക. അവ നല്ല രീതിയിൽ ആരോഗ്യത്തോടെ വളർന്നു വരികയാണെങ്കിൽ അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീട്ടിൽ ശുഭകരമായ കാര്യങ്ങളും നടക്കും. ആ വാഴയിൽ നിന്നും ഉണ്ടാകുന്ന വാഴപ്പഴം സാക്ഷാൽ വിഷ്ണു ഭഗവാനും ലക്ഷ്മി ദേവിക്കും അർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമായിട്ടുള്ള ഫലങ്ങൾ നിങ്ങളുടെ ഭവനത്തിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ചെടികളും
നിങ്ങളുടെ വീട്ടിൽ ഇതിനു മുൻപ് തന്നെ നട്ടു വളർത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഈ വിഷുവിന് മുൻപായി ഒരു ചെടി നിങ്ങൾ ഈ അധ്യായം കണ്ടു കഴിയുന്ന ഉടനെ തന്നെ നട്ടുപിടിപ്പിക്കുക. അവ വളർന്നു വരുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഭവനം ഐശ്വര്യവും സമ്പത്തും കൊണ്ട് നിറയും. ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.